BC 37 ഹെറോദോസ് യൂദയായിലെ രാജാവായി അവരോധിക്കപ്പെട്ടു. ഹെറോദോസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ ഈശോ ജനിച്ചു എന്ന് സുവിശേഷം പരാമർശിക്കുന്നത് ഈ ഹെറോദോസിനെ കുറിച്ചാണ്. സഹസ്രാബ്ദങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ നിത്യതയുടെ ഘടികാരത്തിൽ രക്ഷയുടെ മണിനാദം മുഴങ്ങി. ഹെറോദോസ് യൂദാ രാജാവായിരുന്ന കാലത്ത് ദൈവം യൂദയായിലെ ബേത്ലഹേമിൽ നസറത്ത് എന്ന പട്ടണത്തിൽ മറിയം എന്ന പേരുള്ള ഒരു കന്യകയുടെ അടുത്തേക്ക് ഗബ്രിയേൽ ദൂതനെ അയച്ചു. കൃപ നിറഞ്ഞവളെ, കർത്താവ് നിന്നോടുകൂടെ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അവിടെ ഒരാളിരുന്ന് ഉറങ്ങുന്നത് കണ്ടോ? അതാണ് യൗസേപ്പ്. ആൾ ഉറക്കത്തിലാണെങ്കിലും എപ്പോഴും ദൈവഹിതത്തിന് കാതോർത്തവനാണ് കേട്ടോ. ദൈവത്തിന്റെ സ്വപ്നം നിറവേറ്റപ്പെടുന്നതിനായി തന്റെ സ്വപ്നങ്ങൾ ത്യജിക്കുവാൻ ധീരത കാട്ടിയ വ്യക്തിത്വമാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റേത്. ഈ ഒരവസ്ഥയിൽ ഞാൻ അവളെ ഉപേക്ഷിച്ചാൽ ഈ സമൂഹം അവളെ കല്ലെറിഞ്ഞു കൊല്ലും. പക്ഷേ മറ്റൊരുവന്റെ ശിശുവിനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നവളെ സ്വീകരിക്കുന്നതും ഉചിതമല്ല. രഹസ്യമായി ഉപേക്ഷിക്കുന്നതാവും നല്ലത്. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. രണ്ട് വിശുദ്ധരുടെ കണ്ടുമുട്ടലാണ് ഇനി നാം കാണുന്നത്. തൻ്റെ ഉദരത്തിൽ ഉരുവായ ദൈവപുത്രനെ വഹിച്ചുകൊണ്ട് ഇളയമ്മയെ ശുശ്രൂഷിക്കുവാനായി യൂദയായിലെ മലഞ്ചെരുവിലേക്ക് പോകുന്ന മറിയം. മറിയത്തിന്റെ ഉദരത്തിലെ ശിശു ദൈവപുത്രനാണെന്ന് തിരിച്ചറിയാൻ തക്കവിധം പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം ലഭിച്ച ഏലീശ്വ. ഇളയമേ, 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 മറിയം, ദൈവത്തിന്റെ സന്ദേശം ലഭിച്ച ഭാഗ്യവതി. മറ്റെല്ലാ സ്ത്രീകളെയുംക്കാൾ ദൈവാനുഗ്രഹം ലഭിച്ചവളാണ് നീ. മറിയം, നീ ഒരു ദിവ്യ പൈതലിന്റെ മാതാവാകും. പക്ഷേ ഇളയമേ ഇതെങ്ങനെ അറിഞ്ഞു? നിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ തന്നെ എന്റെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടിയത് ഞാൻ തൊട്ടറിഞ്ഞു. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വന്നതുകൊണ്ട് ഞാനും മാനിക്കപ്പെടും. എല്ലാം ദൈവത്തിന്റെ കൃപ. ഈ
സന്തോഷവാർത്ത അറിഞ്ഞത് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ ഇവിടേക്ക് പുറപ്പെട്ടു. നീ തനിച്ചാണോ വന്നത്? അന്ന എവിടെ? ഇതറിഞ്ഞതിൽ പിന്നെ അമ്മയും വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഈ കുന്നും മലയും കയറിയുള്ള യാത്രയൊന്നും അമ്മയ്ക്ക് പറ്റില്ലല്ലോ. ദാ എന്തൊക്കെയോ തന്നു വിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇനി കുറച്ചുനാൾ കഴിഞ്ഞേ മടങ്ങി പോകുന്നുള്ളൂ. എന്റെ കർത്താവിന്റെ അമ്മ എന്നെ പരിചരിക്കാനോ? അത് ഇത് വിശ്രമിക്കേണ്ട സമയമല്ലേ? ഇളയമ്മയെ പരിചരിക്കുവാൻ ഞാൻ കടപ്പെട്ടവളാണ്. വരൂ. വിണ്ണിൽ നിന്നിറങ്ങി വന്നവന് മണ്ണിലിടമൊരുക്കുവാൻ മണ്ണിന്റെ കഷ്ടതകൾ ഏറ്റുവാങ്ങിയ യൗസേപ്പിന്റെയും മറിയത്തിന്റെയും ജീവിതമാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത്. തന്റെ രാജ്യത്തിലെ ജനമെല്ലാം ജനസംഖ്യാ കണക്കിൽ പേരെഴുതിക്കണമെന്ന് അഗസ്റ്റസ് കൈസർ കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. അതനുസരിച്ച് ജോസഫ് ഗർഭിണിയായ മറിയത്തെയും കൂട്ടി പേരെഴുതിക്കാൻ ബേത്ലഹേം പട്ടണത്തിലേക്ക് പോയി. ബത്ലഹേമിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. ഗർഭിണിയായ നിന്നെയും കൂട്ടി അത്ര ദൂരം സഞ്ചരിക്കുന്നത് ഉചിതമല്ല. പേരെഴുതി ചേർക്കപ്പെടണമെന്നത് രാജകൽപ്പനയാണ്. അതനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. രാജകൽപ്പനയാണ്, അതെനിക്കുമറിയാം. പക്ഷേ ശിശുവിന്റെ കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇത് ദൈവനിശ്ചയമാണ്. ശിശുവിനെ ദൈവം കാത്തുകൊള്ളും. വരൂ, നമുക്ക് യാത്ര പുറപ്പെടാം. സത്രങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടുമ്പോഴും ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്ന ജോസഫും മറിയവും അപരന്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ, കൊട്ടിയടയ്ക്കപ്പെടുന്ന ഹൃദയങ്ങൾക്ക് മുമ്പിൽ നിന്നും ദൈവപുത്രൻ വേദനയോടെ വഴിമാറിപ്പോകുന്നത് കണ്ടില്ലേ? സജ്ജമാക്കപ്പെട്ട കാലിത്തൊഴുത്തുകൾ തേടി. എനിക്ക് വയ്യ ജോസഫ്. ഇനി ഒരടി നടക്കാൻ എനിക്ക് സാധിക്കില്ല. അമ്മേ, നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. നിനക്കെന്ത് വേണം? എന്നോട് ദയ കാണിക്കണമേ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തു. ഞങ്ങൾക്ക് ഒരല്പം ഇടം തരണം. ഇല്ല ഇല്ല, അല്പം പോലും സ്ഥലമില്ല. ആളുകളെ കൊണ്ട് സത്രം നിറഞ്ഞു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. ആരെയും അകത്തേക്ക് കയറ്റിവിടരുത്. മേരി, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഒരല്പം മുമ്പോട്ട് പോയി മറ്റേതെങ്കിലും സ്ഥലം അന്വേഷിക്കാൻ സാധിക്കുമോ? എനിക്ക് സാധിക്കില്ല. ഈ സമയത്ത് വേറെ എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നോണ്ട് കാര്യമൊന്നുമില്ല. ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. അതാ അവിടെ ഒരു കുടിലിന്റെ മുമ്പിൽ തീ കൂട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഉവ്വ്. ആ കുടിലിന്റെ പുറകിലായ ഒരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊരു സത്രമല്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതൊരു പുൽത്തൊഴുത്താ. നമുക്ക് പതിയെ അവിടേക്ക് പോകാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ മിശിഹ ജനിച്ചിരിക്കുന്നു.
പൗരസ്ത്യ ദേശത്തു നിന്ന് വന്ന 3 രാജാക്കന്മാർ അവരും ഉണ്ണിയെ തേടി ജെറുസലേമിലെത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം അത് അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ഉണ്ണി കിടക്കുന്ന സ്ഥലത്തിന്റെ മുകളിൽ വന്നു നിന്നു. അവർ കുമ്പിട്ട് ആരാധിക്കുകയും പൊന്ന്, മീറ, കുന്തുരിക്കം എന്നിവ കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. സ്വർഗത്തിന്റെ സകല മഹിമകളും വെടിഞ്ഞ് തന്നെത്താൻ താഴ്ത്തി സ്വയം ശൂന്യവൽക്കരിച്ച് പൂർണ്ണ മനുഷ്യനായി തീർന്ന മിശിഹായുടെ ശരീരധാരണം ദരിദ്രർക്കും വൃദ്ധന്മാർക്കും പീഡിതർക്കും മോചനം നൽകാനായിരുന്നു. ദൈവഭരണത്തിന്റെ മൂല്യങ്ങളിൽ വെള്ളം ചേർക്കാതെ, ഒരു ഒത്തുതീർപ്പിനും വശംവദനാകാതെ അവസാനത്തോളം സഹിഷ്ണുതയോടെ പിടിച്ചുനിന്ന ക്രിസ്തു ജീവിതത്തിന്റെ പുനരാവിഷ്കരണമാണ് ക്രിസ്തുമസ്. ഏവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.